പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. സഹോദര, ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രിയപ്പെട്ട ഉപ്പയായി മാറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാ. ഇതൊരു കൗൺസിലിംഗ് ക്ലാസ്സിൽ കിട്ടണമെന്നില്ല. മാതാപിതാക്കളോട് മക്കള് മര്യാദകേട് കാണിക്കുമ്പോ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന സൈക്യാട്രിസ്റ്റുകളെ കാണാൻ കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ കലാമെന്ന് പഠിച്ചാൽ പോരെയോ? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പ മോന്റെ തോളിൽ കയ്യിൽ വെച്ചിട്ട് ഉമ്മാന്റെ കഷ്ടപ്പാടുകൾ വാപ്പ പറഞ്ഞു കൊടുക്കാണ്. മോനെ, ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. മോനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലേ, ആ ഉമ്മ നിന്നെ പ്രസവിച്ചത് എത്ര വേദന സഹിച്ചിട്ടാന്നറിയോ? 140 അസ്ഥികൾ ഒരേ സമയത്ത് ഒടിഞ്ഞാലേത് വേദനയാണോ? ആ പ്രസവ വേദന അത്രമേൽ വലിയ വേദനയാണ് മോനെ. ആ വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചതെന്ന് വാപ്പ മോനോട് പറയാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മളും തമ്മിൽ നമ്മുടെ മക്കളും നമ്മളുമുള്ളൂ. ഉമ്മയില്ലാത്തൊരു സമയത്ത് നമ്മുടെ മക്കളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ആ സമയത്ത് ഉമ്മയെ കുറിച്ച് വാപ്പ പറഞ്ഞു കൊടുക്കണം. വാപ്പ ഇല്ലാത്ത സമയത്ത് മക്കളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഉമ്മ വാപ്പാന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു കൊടുക്കണം. സഹോദര